വിവാഹ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നത് കണ്ട ഉണ്ണിമായ പരുങ്ങലോടെ തൻ്റെ മാതാപിതാക്കളെ നോക്കി. എടുത്ത തീരുമാനം തെറ്റിപ്പോയോ എന്ന് ആദ്യമായി അവൾക്ക് ഭയം തോന്നി. "വാ മോളെ, ദാ ഇത് നോക്ക്." അടുത്ത ബന്ധു വിവാഹസമ്മാനമായി കൊണ്ടുവന്ന മോതിരം നീട്ടിക്കൊണ്ടാണ് രാധ അത് പറഞ്ഞത്. അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പോലും കഴിയാതെ നിൽക്കുകയായിരുന്നു അവൾ. ഇതെന്തൊരു പരീക്ഷണമാണ് ദൈവമേ! "ഇതെന്താ പെണ്ണേ, കല്യാണം ഉറപ്പിച്ചപ്പോൾ നിന്റെ മുഖത്തെ തെളിച്ചമൊക്കെ കെട്ടുപോയല്ലോ." ആരോ പറഞ്ഞതും അവൾ ഒരു പുഞ്ചിരി തൻ്റെ മുഖത്തണിയാൻ ശ്രമിച്ചു. എന്നാൽ അത് പാടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. അവളുടെ ഈ ഭാവങ്ങളെല്ലാം കണ്ടപ്പോൾ രാധയ്ക്ക് ചെറിയ പേടി തോന്നി. വിവാഹാലോചന വന്ന സമയത്ത് അവളിൽ നിന്ന് കേട്ട വാക്കുകളാണ് അവരുടെ മനസ്സിൽ തെളിഞ്ഞത്. ഹരിയോടും അവൻ്റെ കുടുംബത്തോടും അവൾക്ക് എത്രത്തോളം അനിഷ്ടമുണ്ടായിരുന്നുവെന്ന് ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നതാണ്. അങ്ങനെയുള്ളവളാണ് തൊട്ടടുത്ത നിമിഷം തീരുമാനം മാറ്റി പറഞ്ഞത്. എന്തോ ഒരാധി അവരുടെ ഉള്ളിൽ നിറഞ്ഞു. ഇഷ്ടമല്ലാത്ത വിവാഹത്തിനാണ് അവൾ സമ്മതം മൂളിയത്. പിന്നീട് ആലോചിച്ചപ്പോൾ എടുത്ത തീരുമാനം തെറ്റായിരുന്നുവെന്ന് തോന്നിയെങ്കിൽ അവരുടെ ഹൃദയമിടിച്ചു. ആ വെപ്രാളത്തോടെ തന്നെ അവർ തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെയും നേരിയ ഭയം കലർന്നിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. "മോള് മുറിയിലേക്ക് പൊയ്ക്കോ." ബന്ധുക്കളുടെ മുന്നിൽ അവൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതൊരു സംസാര വിഷയമായാലോ എന്ന് അവർ ഭയന്നു. അല്ലെങ്കിൽ തന്നെ ചിലർക്കെങ്കിലും കലയുടെ കുടുംബവുമായി ബന്ധം കൂടിയത് ഇഷ്ടമായിട്ടില്ല. ശ്രീമംഗലത്തുകാരെ പിണക്കി നാട്ടിൽ ജീവിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. തങ്ങൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവർ ആയതുകൊണ്ടാണ് അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാതിരുന്നത്. മുറിയിലേക്ക് പോകാനുള്ള രാധയുടെ നിർദ്ദേശം കിട്ടിയതും ഉണ്ണിമായ ശ്വാസം കിട്ടിയതുപോലെ മുറിയിൽ കയറി വാതിലടച്ചു. തൊട്ടടുത്ത നിമിഷം അവളുടെ നോട്ടം പോയത് തൻ്റെ മൊബൈലിലേക്കാണ്. അതിൽ പ്രതീക്ഷിച്ചത് എന്തോ കാണാതെ ആയതും അവൾ ദേഷ്യത്തോടെ അത് ബെഡിലേക്ക് എടുത്തെറിഞ്ഞു. "അല്ല കലേ, പെണ്ണിന് നല്ല വിദ്യാഭ്യാസമുള്ളതല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഹരിയുമായി ചേർന്നു പോകുമോ?" അയൽപക്കക്കാരിയുടെ മുള്ളു വെച്ച ചോദ്യം കേട്ടതും കല തൻ്റെ മുഖത്തെ പുഞ്ചിരി മായാതിരിക്കാൻ ശ്രമിച്ചു. പണ്ടുമുതലേ എന്തെങ്കിലും നല്ല കാര്യം തൻ്റെ കുടുംബത്തിൽ നടക്കുമ്പോൾ ഇവർക്ക് ഇതുപോലെ ഒരു വർത്തമാനം പതിവാണ്. മനസ്സിലെ സമാധാനം തല്ലിക്കെടുത്തി പോവുകയും ചെയ്യും. "അതിനു മാത്രം എൻ്റെ മോന് എന്താ ഒരു കുറവ് ചേച്ചി? ആൺകുട്ടികൾ തല്ലും വഴക്കുമായി നടക്കുന്ന കാലത്ത് എൻ്റെ മോൻ കുടുംബം നോക്കുകയായിരുന്നു. ഈ പറയുന്ന ചേച്ചിയുടെ മോൻ ഒരിക്കൽ കഞ്ചാവ് കേസിൽ ജയിലിലായതല്ലേ." സാധാരണ എത്ര കുത്തിരസിച്ചാലും മിണ്ടാതെ നിൽക്കുന്ന കലയിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അരുതാത്തതെന്തോ കേട്ടതുപോലെ അവർ കലയെ വിളറിയ മുഖത്തോടെ നോക്കി. "അതു പിന്നെ ഞാൻ ഹരിമോനെ കുറ്റം പറഞ്ഞതല്ല. ഇപ്പോൾ ഓരോ കുടുംബത്തിൽ നടക്കുന്നത് നമ്മൾ അറിയുന്നതല്ലേ. വിദ്യാഭ്യാസവും കാശും പണവും ഒക്കെയുള്ള ആൺകുട്ടികൾക്ക് തന്നെ പെണ്ണ് കിട്ടാനില്ല. അങ്ങനെയുള്ളപ്പോൾ +2 മാത്രം പഠിത്തമുള്ളവന് ഇത്രയും വിദ്യാഭ്യാസമുള്ള പെണ്ണ് ചേരുമോ എന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ." അവർ എന്തൊക്കെയോ പറഞ്ഞ് തടി തപ്പാൻ ശ്രമിച്ചു. അത് മനസ്സിലായത് കൊണ്ട് തന്നെ കല തലയാട്ടി തിരിഞ്ഞു നടക്കുകയും ചെയ്തു. "എന്താ അമ്മേ, അവരുമായി ഒരു സംസാരം?" അവരുടെ വാടിയ മുഖം കണ്ടുകൊണ്ട് തന്നെ അവിടേക്ക് വന്ന നന്ദു ചോദിച്ചു. "ഒന്നുമില്ലടാ, ഞങ്ങൾ വെറുതെ ഒന്നും രണ്ടും പറഞ്ഞു നിന്ന് പോയതാണ്. നീ അതിലൊന്നും ഇടപെടണ്ട." തൻ്റെ മക്കൾ ആരോടും മുഷിഞ്ഞ് സംസാരിക്കുന്നത് അവൾക്ക് പണ്ടേ ഇഷ്ടമല്ല. അമ്മയുടെ മനസ്സ് വേദനിക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ മക്കളാരും അതിനു പോകാറില്ല എന്നതാണ് സത്യം. "നീ ഇന്ന് കോളേജിൽ നിന്നും നേരത്തെ വന്നോ?" അവരുടെ ചോദ്യം കേട്ടതും അവൻ തല ചൊറിഞ്ഞു. "കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് ചാടിയതാണ്. അതറിഞ്ഞാൽ അമ്മ കൊല്ലും." "അത് പിന്നെ എനിക്ക് ചെറിയ തലവേദന, അതുകൊണ്ട് നേരത്തെ വന്നതാ." അവൻ്റെ വാക്കുകൾ കേട്ടതും അവരുടെ മുഖം വെപ്രാളത്തിലായി. അവൻ്റെ നെറ്റിയിലും മുഖത്തുമൊക്കെ തൊട്ടു നോക്കാനും തുടങ്ങി. "എന്താ പെട്ടെന്ന് ഒരു തലവേദന? നീ രാത്രി ഉറങ്ങാതെ മൊബൈൽ നോക്കിയിരുന്ന് കാണും അല്ലേ? ഇനിയിപ്പോൾ ഒരു ചായ കുടിച്ചു നോക്ക്." അവരുടെ വെപ്രാളം കണ്ടപ്പോൾ അവൻ അങ്ങനെ ഒരു കള്ളം പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. തങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും വയ്യായ്ക ഉണ്ട് എന്നറിഞ്ഞാൽ അമ്മ പിന്നെ ആ ദിവസം ഉറങ്ങില്ല. അപ്പോഴേക്കും അവർ ചായ വെക്കാനായി പോയിരുന്നു. ഇനിയിപ്പോൾ ഹരിയേട്ടൻ്റെ പെണ്ണ് വന്നു കഴിഞ്ഞാൽ പകൽ സമയത്തൊക്കെ അമ്മയ്ക്കൊരു കൂട്ടാകും.
അവൻ്റെ ചോദ്യം കേട്ടതും അവർ കണ്ണു കൂർപ്പിച്ചുകൊണ്ട് നോക്കി. പഠിപ്പൊക്കെയുള്ള കൊച്ചല്ലേ മോനെ, അതിനെ വീട്ടിൽ പിടിച്ച് നിർത്താൻ പറ്റുമോ? നേരത്തെ കേട്ട വാക്കുകളായിരുന്നു അപ്പോഴും അവരുടെ മനസ്സിൽ. ഒപ്പം തന്നെ അവർ ചായയ്ക്ക് വെള്ളം വെച്ച് കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ കാര്യം ധൈര്യമായി നിന്റെ വീട്ടിൽ പറയാമല്ലോ. അപർണയുടെ വാക്കുകൾ കേട്ടതും മനു അവളെ നോക്കി കണ്ണുരുട്ടി. ഏട്ടൻ്റെ വിവാഹം നടത്താൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം എൻ്റെ കാര്യം പറഞ്ഞാൽ ഏട്ടൻ ചിലപ്പോൾ ഏട്ടൻ്റെത് വേണ്ട എന്ന് വെച്ച് എൻ്റേത് നടത്താൻ പറയും. തൻ്റെ ഏട്ടൻ്റെ സ്വഭാവം വ്യക്തമായി അറിയാവുന്ന മനു അത് പറയുമ്പോൾ അപർണയുടെ മുഖം മുറുകി. എങ്കിലും പതിവ് പോലെ അനിഷ്ടം അവൾ പുറമേ കാണിച്ചില്ല. സഹോദരങ്ങളോടും അമ്മയോടും മനുവിനുള്ള ഇഷ്ടം വ്യക്തമായി തന്നെ അറിയാവുന്നതാണ്. അവരെക്കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ താനുമായുള്ള ബന്ധം തന്നെ ചിലപ്പോൾ വേണ്ട എന്ന് വെച്ച് കളയും. ഇനിയിപ്പോൾ നിന്റെ വീട്ടിൽ പ്രശ്നമാണെങ്കിൽ ഞാൻ നിന്റെ അച്ഛനോട് വന്ന് സംസാരിക്കാം. ഏട്ടൻ്റെ കാര്യം കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അവൻ്റെ വാക്കുകൾ അത്രത്തോളം തൃപ്തികരമായിരുന്നില്ല എങ്കിലും അവനെ പിണക്കാൻ കഴിയാത്തതുകൊണ്ട് അവൾ സമ്മതം മൂളി. ഏട്ടനല്ലേ പറഞ്ഞത് അവൻ്റെ വിവാഹം മുടങ്ങുമെന്ന്? എന്നിട്ടിപ്പോൾ കല്യാണക്കുറി അടിച്ച് വിളി തുടങ്ങി. വല്ലാത്ത ദേഷ്യത്തോടെയാണ് പ്രജിൽ അത് പറഞ്ഞത്. എന്നിട്ടും രാഹുലിൻ്റെ മുഖത്തെ ചിരിക്ക് യാതൊരു വ്യത്യാസവുമില്ല. അതുകൂടി കണ്ടതും അവൻ്റെ ദേഷ്യം വീണ്ടും വർദ്ധിച്ചു. കാര്യം പറയുമ്പോൾ ഏട്ടൻ എന്തിനാ ചിരിക്കുന്നത്? ഇനി കല്യാണം മുടങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി കഷ്ടിച്ച് 2 ആഴ്ച ബാക്കിയുണ്ട്. അസ്വസ്ഥതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പ്രജിൽ വീണ്ടും പറഞ്ഞു. എല്ലാം ഭംഗിയായി നടക്കട്ടെ മോനെ. ഇത് ഞാൻ അവന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവസാനത്തെ പണിയാണ്. രാഹുൽ തൻ്റെ വലതുകാല് ഉയർത്തി ഇടതു മുട്ടിന് മുകളിലേക്ക് കയറ്റി വെച്ചു. ശേഷം കസാരയിലേക്ക് ചാഞ്ഞു കിടന്നു. ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? തൻ്റെ ഏട്ടൻ്റെ സ്വഭാവം വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ്റെ ഈ പ്രതികരണത്തിൽ എന്തോ കാരണമുണ്ട് എന്ന് പ്രജിലിന് തോന്നി. ഏട്ടൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. കല്യാണ ഒരുക്കങ്ങളെല്ലാം ഭംഗിയായി നടക്കുകയല്ലേ? കുറിയടിച്ച് വിളിച്ച് കഴിയാറായിട്ടുണ്ടാകും. വിവാഹ ഒരുക്കങ്ങളെല്ലാം വീട്ടിൽ പൂർത്തിയായിട്ടുണ്ടാകും. ഇനിയിപ്പോൾ ദിവസങ്ങൾ കഴിയുമ്പോൾ പന്തൽ കെട്ടിയ ആളുകൾ വീട്ടിലേക്ക് വന്നു തുടങ്ങും. വിവാഹത്തിനുള്ള സദ്യയൊക്കെ ഒരുങ്ങും. പക്ഷെ പെണ്ണ് വന്നില്ലെങ്കിലോ? വല്ലാത്തൊരു ക്രൂരമായ ചിരിയോടെയാണ് രാഹുൽ അത് ചോദിച്ചത്. പ്രജിൽ ഞെട്ടലോടെ അവനെ നോക്കി. പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാനാണോ? ദേ ഏട്ടാ, അച്ഛനെങ്ങാനും അറിഞ്ഞ വലിയ പ്രശ്നമാകും. അവനോട് അച്ഛന് ഒരു സോഫ്റ്റ് കോർണറുണ്ട്. അവൻ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയാൽ ഉണ്ടാകാൻ പോകുന്ന നിയമ നടപടികൾ അവനെ തെല്ലുഭയത്തിലാക്കിയിരുന്നില്ല. പ്രജിലിന് അത്ര നല്ലവനൊന്നുമല്ല എങ്കിലും മാധവനെ അവന് വലിയ പേടിയാണ്. എന്ത് കള്ളത്തരം കാണിക്കുമ്പോഴും അതാരും അറിയാതെ നോക്കുമെന്നതാണ് അവൻ്റെ പ്രത്യേകത. തട്ടിക്കൊണ്ടുപോകാനൊന്നും യാതൊരു ഉദ്ദേശവുമില്ല. അവൾ വരും ഞാൻ വിളിക്കുന്നിടത്തേക്ക്. അതുകൂടി കേട്ടതും അവൻ ഏട്ടൻ്റെ മുന്നിലേക്ക് വന്നു. ഏട്ടൻ എന്താ പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ? അങ്ങനെയാണെങ്കിൽ അതിപ്പോഴേ വേണ്ട എന്ന് വെച്ചേക്ക്. ആ പെണ്ണ് ജാതിയിൽ താഴ്ന്നവളല്ലേ? കലയുടെ അതേ ജാതിയിൽപ്പെട്ട ഉണ്ണിമായയെ തൻ്റെ ഏട്ടൻ വിവാഹം കഴിക്കുന്നത് അവനൊരിക്കലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. മാത്രമല്ല തൻ്റെ അച്ഛനും അമ്മയും ആ പെൺകുട്ടിയെ ഒരിക്കലും തറവാട്ടിലേക്ക് സ്വീകരിക്കുകയുമില്ല. എടാ, ഞാൻ അവളെ കെട്ടാനൊന്നും പോകുന്നില്ല. വിവാഹ ദിവസം ഞാൻ അവളെ ഇവിടെ നിന്നും മാറ്റും. അല്ലാതെ ദാരിദ്ര്യം പിടിച്ച പെണ്ണിനെ കെട്ടാൻ എനിക്ക് ഭ്രാന്തല്ലേ? അത് കേട്ടപ്പോൾ പ്രജിൽ ആശ്വാസത്തോടെ ശ്വാസമെടുത്തു. അല്ലെങ്കിലും ഒരു നിമിഷം താൻ ഏട്ടനെ സംശയിച്ചു പോയതിൽ അവന് പുച്ഛം തോന്നി. മാധവനെ കടത്തിവെട്ടുന്നവനാണ് രാഹുൽ. അങ്ങനെയുള്ളവൻ ഹരിയോട് പ്രതികാരം ചെയ്യാൻ സ്വന്തം ജീവിതം തുലയ്ക്കുക ഒന്നുമില്ല. നീ എന്താ സദാസമയവും മുറിക്കുള്ളിൽ തന്നെ കയറിയിരിക്കുന്നത്? മഹേശ്വരി തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അകത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മയ്ക്ക് ഇതെന്താ? മനുഷ്യന് സമാധാനമായി ഇത്തിരി നേരം ഇരിക്കാനും സമ്മതിക്കില്ലേ? അവളുടെ ശബ്ദം അല്പം ഉയർന്നതും മഹേശ്വരി ചുറ്റും നോക്കി. നാക്ക് കുറയ്ക്കു പെണ്ണെ. ഏട്ടത്തിയങ്ങാനും കേട്ടാലുണ്ടല്ലോ. വരലക്ഷ്മി ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്.
അവരോടുള്ള പേടി കൊണ്ട് തന്നെയാണ് മാധവൻ കലയെയും മക്കളെയും യാതൊരു രീതിയിലും അംഗീകരിക്കാതിരിക്കുന്നത്. തൻ്റെ മക്കളെ കൊണ്ട് ഏട്ടൻ്റെ ആൺമക്കളിൽ ആരെങ്കിലും വിവാഹം കഴിപ്പിക്കണമെന്നത് മഹേശ്വരിയുടെ ആഗ്രഹമാണ്. മാധവനും വരലക്ഷ്മിക്കും അങ്ങനെ ഒരു ആഗ്രഹവുമുണ്ട്. എന്നാൽ ദേവിക ഇങ്ങനെയൊക്കെ തർക്കുത്തരം പറയുന്നത് കേട്ടാൽ വരലക്ഷ്മിക്ക് അനിഷ്ടമുണ്ടാകുമോ എന്ന പേടിയാണ് മഹേശ്വരിയിൽ. അവരുടെ വാക്കുകൾക്ക് വലിയ മൈൻഡ് കൊടുക്കാതെ ദേവിക തിരിഞ്ഞു കിടന്നു. ഞാൻ പറഞ്ഞിട്ടെന്താ നീ ശ്രദ്ധിക്കാത്തത്? അവർ വീണ്ടും ചോദിച്ചതും അവൾ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവരെ നോക്കി. ഞാൻ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്യുമ്പോൾ അമ്മ എന്തിനാ അമ്മായിയുടെ കാര്യം പറയുന്നത്? അവളുടെ ചോദ്യം കേട്ടതും അവർ വാതിലടച്ചുകൊണ്ട് അവളുടെ നേരെ ചെന്നു. പിന്നെ പറയാതെ, രാഹുലിനെയോ ഗോകുലിനെയോ കൊണ്ട് നിന്നെ കെട്ടിക്കാമെന്ന് ഏട്ടൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അവരുടെ വാക്കുകൾ കേട്ടതും അവൾ ഞെട്ടലോടെ അവരെ നോക്കി. ചില സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനൊരു സംശയം തോന്നിയിട്ടുണ്ട് എങ്കിലും രാഹുലിൻ്റെയോ ഗോകുലിൻ്റെയോ പെരുമാറ്റത്തിൽ നിന്ന് അങ്ങനെ ഒരു സൂചന ഒരിക്കലും കിട്ടിയിട്ടില്ല. അതിനാൽ തന്നെ അങ്ങനൊരു ചിന്ത മനസ്സിൽ പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. അമ്മ എന്നോട് ചോദിക്കാതെ ഇങ്ങനെ വാക്കു പറച്ചിലും സംസാരവും ഒന്നും വേണ്ട. രാഹുലേട്ടനെയും ഗോകുലേട്ടനെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അവരെന്നെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതല്ലേ. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ മഹേശ്വരിക്ക് ദേഷ്യം വന്നു. ഈ സൗഭാഗ്യങ്ങളൊക്കെ ആസ്വദിച്ച് ഇവിടെ തന്നെ കഴിയാനുള്ള വഴിയാണ് മകൾ അടയ്ക്കാൻ നോക്കുന്നത്. ദേ പെണ്ണെ, ഞാൻ പെറ്റതാണെന്നൊന്നും നോക്കില്ല, ഒറ്റ വീക്ക് വെച്ച് തരും. അധിക പ്രസംഗം പറയുന്നു. അവരുടെ വാക്കുകൾക്ക് പതിവിലും അധികം ശൗര്യമുണ്ടായിരുന്നു. എന്നിട്ടും അവൾ തെല്ലും കുലുങ്ങിയില്ല. കാര്യത്തോടടുക്കുമ്പോൾ അമ്മയേക്കാൾ വലിയ വാശിക്കാരിയാണ് മകൾ. അവളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഒരു കാര്യം ചെയ്യിക്കുക അസാധ്യമാണ് എന്ന് അവർക്കുമറിയാം. അറുത്തുമുറിച്ച് അവൾ ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം കൊണ്ട് സ്വബോധം നഷ്ടപ്പെട്ടതാണ്. നോക്ക് മോളെ, നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ മുതൽ നമ്മളെ സംരക്ഷിക്കുന്നത് ഏട്ടനല്ലേ. ഏട്ടൻ്റെ തണലിൽ കഴിയുമ്പോഴാണ് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. എങ്കിലും ഇങ്ങനെ അഭയാർത്ഥികളെപ്പോലെ എത്ര കാലം കഴിയും? നിന്നെ ഏട്ടൻ്റെ മക്കളിൽ ആർക്കെങ്കിലും കൊടുത്താൽ പിന്നീട് ഒരിക്കലും ഇവിടെ നിന്ന് പോകേണ്ടി വരില്ല. അവരുടെ വാക്കുകൾ കേട്ടതും അവളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ ഞാൻ എൻ്റെ ജീവിതം ബലി കൊടുക്കണമല്ലേ? അവൾ കണ്ണീരോടെ ചോദിച്ചു. തൻ്റെ അമ്മ സ്വാർത്ഥയാണ് എന്നറിയാം. എങ്കിലും തനിക്കൊട്ടും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. കൂടുതൽ സംസാരിച്ചു മുഷിയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ കണ്ണ് നിറച്ചുകൊണ്ട് അവൾ ആ കിടപ്പ് കിടന്നു. ജീവിതം ആഗ്രഹിക്കാത്ത വഴികളിലൂടെയെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. ഹരിയെ തനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് എന്ന് കരുതി ചേട്ടന്മാരെ പോലെ കണ്ടവരെ വിവാഹം കഴിക്കാൻ പറ്റുമോ? അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു.